ഹലോ ഗൈസ്, വെൽക്കം ടു ദുബായ് കാൽഫോർട്ടീൻ വ്ളോഗ്സ്. എന്താ വെച്ചാൽ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലേഷ്യയിലെ ഒരു പ്രത്യേകതയിലൊരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ സലാമത്ത് ഹരീറായ ഈദുൽ അദ്ഹ എന്ന് വെച്ചാൽ മലയാള ഭാഷയിൽ ബലിപെരുന്നാൾ ആശംസകൾ എന്ന്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ മലേഷ്യയിൽ ഈ ബലിപെരുന്നാൾ ഫസ്റ്റ് അല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഒരു 7 കൊല്ലം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ മലേഷ്യയിലെ ബലിപെരുന്നാൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഏകദേശം ഇപ്പം സമയത്തരയുടെ രാവിലെ ഇവിടെ പള്ളിയിൽ 8 മണിക്കാണ് നിസ്കാരം പറഞ്ഞത്. നമ്മളെ ഇവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട്, തമൻമേലോന്നിലൊരു സ്ഥലത്തായില്ല, ജോഹർ ബറു സിറ്റിയിലില്ല. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ കൂടുതൽ വിശേഷം പറയണ്ടല്ലോ, നേരെ പള്ളിയിലേക്ക് വിട്ടൂടെ? പള്ളിയിലേക്ക് വിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വന്ന പള്ളി, മസ്ജിദ് നൂർ ഈമാൻ. ഒരു ചെറിയൊരു സ്രാമ്പി പള്ളിയാണ്, നമ്മളെ നാട്ടിൽ അങ്ങനെ പറയില്ലേ സ്രാമ്പി പള്ളി, അതുപോലത്തെ ഒരു പള്ളിയാണ്. ഏകദേശം പുറത്തില്ലേന്ന് വെച്ചാൽ നമ്മൊരു 3-4 ആളെ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം മാടില്ല നാട്ടുകാരനെയാണ്. പിന്നെ നമുക്ക് ഏകദേശം എന്നാൽ സമയമായി, ഒന്ന് പള്ളി കയറവാ. അൽഹംദുലില്ലാ, അങ്ങനെ നിസ്കാരം നല്ല രീതിയിൽ കഴിഞ്ഞു കഴിഞ്ഞ നേരം നമുക്ക് നമ്മളെ റൂമിലേക്ക് വിടാം. കമോൺ ഗൈസ്. പള്ളിയിൽ പോയിട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മളെ മെയിൻ പരിപാടി ഫുഡ് അടിയാണ്. അപ്പോൾ നമ്മളെ അബാങ് മുജീബ് ആൻഡ് ഷിയാബ് നങ്ങാരത്തും കൂടിയിട്ട് ഫുഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഷിയാബ് ഫുഡ്? ബിരിയാണി, കമ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണി. വേറെ ചിക്കൻ മംഗോളി ഇതല്ലേ? ഇത് മുജീബാക്കിയതാണ്, മുജീബിന്റെ സ്പെഷ്യലാണ് ചിക്കൻ മംഗോളി. പിന്നെ നമ്മളെ തൈരുണ്ട്, അതോടൊപ്പം തന്നെ കൊക്കക്കോള ഉണ്ട്. കൊക്കക്കോളക്കമ്മ എതിരാന്ന് എന്നാലും മലേഷ്യയിലുണ്ട്, അല്ലാതും പറയണ്ട. ഹാപ്പി അല്ലേ? സലാമത്ത് ഹരീറായ. എന്നാ പിന്നെ ഫുഡ് കഴിക്കാല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. നല്ല ചൂയായ മട്ടനാണ്. ഇവിടെ ശരിക്കും ഏതാ മട്ടൻ വരുന്നത്? ഗൾഫിലല്ലാന്നെങ്കിൽ ഓസ്ട്രേലിയ ഇവിടെ സെയിം മട്ടൻ. അപ്പൊ എല്ലാവർക്കും ഓസ്ട്രേലിയൻ മട്ടൻ ആണ് കേട്ടോ മെയിൻ. നമ്മളെ അബ്രാംസാക്കിന്റെ ബിരിയാണി മട്ടൻ പൊളിച്ച് അങ്ങനെ നമ്മളെ ചിക്കൻ മംഗോളി കുറച്ച് മധുരണ്ടാ. അപ്പൊ എല്ലാം കൂടിയിട്ടൊന്ന് പിടിക്കാം. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ച് നമ്മളെ മുബശ്ശിർ ബ്രോ കൂട്ടാൻ വരുന്നുണ്ട്. ഇടം പോവാന്നും പറഞ്ഞിട്ട് മാക്സിമം നമ്മളെ നാട്ടിലെ ടീമിലൊന്ന് കാണാൻ പറ്റുമോ നോക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ചങ്ങായി ഓടുത്തോ, കട്ട പോസ്റ്റാക്കിയല്ലോ, കാണുന്നില്ലല്ലോ ഇപ്പൊ. എന്ത് പരിപാടി? ഇപ്പൊ എങ്ങോട്ടേക്ക് പോന്നെ? പറഞ്ഞ നമ്മള് ഷാഹിദ് ബ്രോ അവിടെ ലാക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, എന്നാ പിന്നെ നേരെ അങ്ങോട്ടേക്ക് വിടാം. വിളിക്കുന്നതാ കറക്റ്റ്. നേരെ ഷാഹിദ് എടുക്കാൻ പോകും. ഓക്കെ, നമ്മളെ ഷാഹിദ് ബ്രോ എത്തിയിട്ടുണ്ട്. മുബാറക്. എന്നാ പിന്നെ വിടാല്ലേ, നമുക്ക് അടുത്ത നേരെ കിട്ടും നോക്കാലോ. ലെറ്റ്സ് ഗോ. കൂടി കണ്ട് നമ്മളെ സെലീം ചാനും കൂടി കണ്ടിട്ടുണ്ട്. സെലീം ചാ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. അത് ഞാൻ ആദ്യം പറഞ്ഞിനി, പിന്നെ വെറുപ്പിക്കട. എന്ത് വിശേഷം? എന്തുണ്ട് പെരുന്നാളെല്ലാം? പെരുന്നാളിങ്ങനെ ഒരു ചങ്ങായിര് പിന്നെ വീട്ടിൽ പോയിട്ട് വെച്ച് കേറി നല്ല ലുക്കായിനല്ല. ഓ, അബാങ് ഹാൻസം, നല്ല ലുക്കായിനല്ലേ? അത് പിന്നെ കഴിച്ച് നമ്മൾ എന്നാൽ ഏകദേശം ഷാഹിദ് എല്ലാവരും എത്തി. നമ്മിന് കുറച്ച് നാട്ടുകാര്യങ്ങളും പറഞ്ഞിട്ട് ഇതാണ് സലീം ചാര കട കേട്ടാ, കിടായ രുഞ്ചിത്ത് നാശി. അപ്പം അതിനുള്ള പോയിട്ട് കൂടുതൽ വിശേഷങ്ങളും പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇവിടെ കറങ്ങാൻ പോകുന്നുണ്ടോ? പോവാം, നമുക്ക് കറങ്ങാൻ എന്തായാലും പോകണം. നോക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ഇൻഷാ അല്ലാ കാണാം.
അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ടൗണിലേക്ക് ഇറങ്ങി, നമ്മൾ ആ JB-യുടെ അകത്തിൽ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് എന്താ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ആടെങ്കിലും വണ്ടി വെച്ചിട്ടൊന്ന് നടക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ലോക ട്രാഫിക്കും ഏടി കാർ പാർക്കിംഗ് ഇല്ല, ഫുള്ള് സെക്യൂരിറ്റിയും പോലീസും അടങ്ങാറുണ്ട് തന്നെ. അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് നോക്കി. മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചന്തയിലില്ല പോലെ അതുപോലത്തെ സെയിം ഒരു സംഭവം തന്നെ. പക്ഷേ മെയിൻ ഞാൻ പറയാൻ പോകുന്നത് ഈ ചന്തയല്ല, എനിക്ക് അതിനായിട്ട് ഇത് തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് രാജ്യക്കാർ, ഏതെല്ലാം രാജ്യം ഫുള്ള് മിക്സ് ആയിട്ടുള്ള രാജ്യക്കാരാണെന്നില്ല ഇതെല്ലാം. നമ്മൾ ഇന്ത്യക്കാരെല്ലാം കുറച്ച് കുറവ് തന്നെ ഇല്ല, പക്ഷെ ബാക്കി ഏതെല്ലോ രാജ്യക്കാർ ഇഷ്ടം പോലെ, പലതരം കച്ചവടക്കാർ എന്തെല്ലാം കച്ചവടം ചെയ്യുന്നൊന്നും തിരിയുന്നില്ല. എല്ലാ ഐറ്റംസും ഉണ്ട്, A to Z. ആൾക്കാർക്കാണെങ്കിൽ ഒരു കുറവുമില്ല, അമ്മാതിരി ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുന്നുണ്ട്. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ വണ്ടിയിൽ തന്നെ കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ നിങ്ങൾ എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്തയിലെ അവസ്ഥയിലൊന്ന് നോക്കി നോക്കി എങ്ങനെ ഉണ്ട് എന്നെല്ലാം. നമ്മൾ പിന്നെ വൈകുന്നേരം നേരെ പിന്നെ ഫ്ലാറ്റിൽ പോയിട്ട് ഫ്ലാറ്റിലൊന്ന് റെസ്റ്റ് എടുത്തിട്ടുള്ള രാത്രിയാകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയിന്. അപ്പോഴത്തേക്ക് ഫ്ലാറ്റിലെത്തിയിട്ട് ആകുമ്പോഴത്തേക്ക് ഇവിടെ ലോകമഴ, പുറത്ത് ചെയ്യാനേ കഴിയുന്നില്ല. അപ്പോൾ രാത്രി അങ്ങനെ കുറേ ബൈതിട്ടാകുമ്പോൾ പിന്നെ സെലീൻ ചേർന്ന് നമുക്ക് ഡങ്കാവി എന്നൊരു സ്ഥലമുണ്ട്, ഒന്ന് അവിടെ പോയേക്കാൻ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഇപ്പോൾ ഡങ്കാവി ഫൺ പാർക്കിലേക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഇവിടെ നോക്കുമ്പോൾ അവസ്ഥ പൂട്ടിക്കെട്ടിട്ടുള്ളത്. മൂസർ എന്നാ അവസ്ഥ എടുത്തേ? പൂട്ടിക്കെട്ടിയാ നമ്മ വൈദ്യുണ്ടാന്നോ? ഓ വി ആർ വെരി വെരി വൈദ്യു പോയിട്ടാ. യോഗയില്ല അമ്മണേ, ഭയങ്കര മടക്കി ഓടി. ഓക്കെ ഇൻഷാല്ലാ, ബൈ ബൈ, സീ യു. കൊച്ചു നമ്മളെ വിട്ടു പോവുകയാണ് ഗൈസ്. ഇയാളെന്ന് പറഞ്ഞ കൂട്ടാണ് പോയി ആർക്കും കൂട്ടറ കൊച്ചു കൊത്തത്തിങ്കിലേക്ക് പോയാണ് ഗ്രാബ് വിളിച്ചിട്ട്. ഓക്കെ ബൈ ബൈ, സീ യു. നല്ലോണം പെയ്തുകൊണ്ട് പിന്നെ ഒന്നും കാണാനും കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ട് അവിടെ മഴയുണ്ട്. പിന്നെ എല്ലാ കളിയും മുടങ്ങി നമ്മളെ. അപ്പോൾ പിന്നെ അതിന് പ്രത്യേകിച്ച് ഇടുന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ആ റൂമിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് വിട്ടു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇഷ്ടമായാലും ഇല്ലയെന്ന് അറിയില്ല, കാര്യമായിട്ട് വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കെല്ലാം അടിച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരായാലും ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ ലുബായ് കാൽഫോർഡിൻ. ബൈ ബൈ.